കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായയിൽ ദേശീയപാതയുടെ ഭിത്തിയിടിയുകയാണ്. കഴിഞ്ഞയാഴ്ചയും വലിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. പ്രദേശത്ത് ഇപ്പോഴും മഴയുണ്ട്. കാഞ്ഞങ്ങാട്ടും ദേശീയപാത ഇടിഞ്ഞു താണു. മാവുങ്കാലിൽ നിന്ന് ചമ്മട്ടവയലിലേക്ക് പോകുന്നയിടത്താണ് അപകടമുണ്ടായത്. അർച്ചന രവീന്ദ്രൻ ചെറുവത്തൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിലാണ് നമ്മളിപ്പോൾ. കഴിഞ്ഞ ആഴ്ച ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഒരാൾ മണ്ണിടിഞ്ഞ് വീട് മരിച്ചൊരു സംഭവം ഉണ്ടായത്. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു. സമാനമായി ഇന്നും മണ്ണിടിയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാത്രിയോടെ വലിയൊരു മഴ തന്നെയാണ് ചെറുവത്തൂരിൽ മറ്റു പ്രദേശങ്ങളിൽ മറ്റും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാർ എല്ലാം തന്നെ വലിയ ഭീതിയിൽ തന്നെയാണുള്ളത്. ഏകദേശം 50ഓളം കുടുംബങ്ങൾ ഈ ഒരു സമീപ പ്രദേശങ്ങളിലായി ജീവിക്കുന്നുണ്ട്. അവരെല്ലാവരും വലിയ ഭീതിയിൽ തന്നെയാണ് എന്നാണ് ഉള്ളത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കുന്നുണ്ട്. ചേട്ടാ, മഴക്കാലം എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും അല്ലേ? തികച്ചും ഭയത്തോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 50 കുടുംബം താഴെയുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിൽ JTS ജൂനിയർ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ മുകളിലുണ്ട്. ഈ സ്ഥലം ഇത്ര ഒരു 100 മീറ്റർ കുത്തനെ കട്ട് ചെയ്തിട്ടെടുത്ത സ്ഥലമാണ്. എന്തായാലും ഇതിങ്ങനെ നിലനിർത്തിയാൽ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഈ മഴ തീരുന്നതിന് മുമ്പേ തന്നെ ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴേക്ക് പോയി ക്ഷേത്രം താഴെ ശ്രീരാമക്ഷേത്രമുണ്ട്. അതുപോലെ കുടുംബങ്ങളുണ്ട്. റെയിൽ ജസ്റ്റ് ഒരു 50 മീറ്റർ അപ്പുറം റെയിലുണ്ട്. ഇതെല്ലാം അടിയിലാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. തികച്ചും ശ്രദ്ധിച്ചില്ലെങ്കിൽ അശാസ്ത്രീയമായ ഒരു ഹൈവേ നിർമ്മാണമാണ്. നമ്മളിപ്പോൾ വന്ന സമയത്തടക്കം ലൈവായി തന്നെ കാണുന്നുണ്ട് മണ്ണിടിഞ്ഞ് വീഴുന്ന ദൃശ്യങ്ങൾ. അതെ, ഇത് ഈ മണ്ണിടിഞ്ഞ നല്ലൊരു ഉറവില്ല സ്ഥലമാണ് ഈ പ്രദേശം. ഉറവ് കുന്നിൻ്റെ അടിയിൽ കൂടി അതിശക്തമായ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇത്. ആദ്യത്തെ ഈ റോഡ് നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് അലൈൻമെൻറ്റിൽ ആദ്യം ഇവിടുന്ന് ഒറ്റ തൂണിലാണ് ഇവിടെ ചെറുവത്തൂർ പള്ളിവരയിലേക്ക് ഉള്ള ഒരു പാത ഉണ്ടാക്കിയത്. ഒറ്റ തൂണിൽ എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് എടുക്കാതെ ഈ മണ്ണ് ചില ആൾക്കാർക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കുന്നിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുന്നിടിക്കുന്നത് ഒരു അശാസ്ത്രീയമായിട്ട് ഉള്ള ഒരു കുന്നിടിയാണ്. അതുകൊണ്ട് 10-50 ആൾക്കാരും കുടുംബങ്ങളിൽ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സംവിധാനം ഉണ്ടാക്കണം. അടുത്ത ടെക്നിക്കൽ ഹൈസ്കൂളും അതുപോലെ തന്നെ ശ്രീരാമക്ഷേത്രവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളും ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിനപ്പുറത്തേക്ക് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഈ ഹൈവേ വന്നു കഴിഞ്ഞ് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇത് ക്രോസ് ചെയ്യാനുള്ള സംവിധാനം പോലും ഉണ്ടാക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു പരിഹാരം, ഈ മണ്ണിടിച്ചിലിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രദേശങ്ങൾ വളരെ ഭയാനകമായിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ണിടിയുന്നു. ഇനിയൊരു തുടർച്ചയായി 3 ദിവസങ്ങളും കൂടെ ഇവിടെ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വലിയൊരു അപകടം തന്നെയാവും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും അധികൃതരെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.